കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. മോർണിംഗ് വാക്കിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇന്ന് മറ്റൊരു കാൽനട മാർച്ചിനെ കുറിച്ച് പറയണം. അത് ഡൽഹിയിലാണ്. കർഷകരുടെ കാൽനട മാർച്ച് ഇന്ന് ഡൽഹിയിലേക്ക് നടക്കാൻ പോവുകയാണ്. വീണ്ടും ഒരു കർഷക പ്രക്ഷോഭത്തിനൊക്കെ ആ തലസ്ഥാന നഗരം സാക്ഷിയാകാൻ പോകുമോ എന്ന് നമ്മൾ കണ്ടറിയണം. പഞ്ചൊന്ന് പഞ്ചാബിലെ ശംഭു അതിർത്തിയിൽ നിന്നാണ് കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്താൻ പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ആ മാർച്ച് ആരംഭിക്കുക എന്നറിയുന്നു. അതെ, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഒരു മാർച്ചിന് ഹരിയാന സർക്കാർ അനുമതി നൽകിയിട്ടില്ല എന്ന വാർത്ത വരുന്നു. പക്ഷേ വീണ്ടും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് രാജ്യത്തെ കർഷകർ. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കർഷകരോഷം ഏത് രീതിയിലാണ് ഭരണകക്ഷിയെ ബാധിച്ചതെന്ന്. ഈ രണ്ടാം ഘട്ടം ഇതിന്റെ ഒരു രീതി എങ്ങനെയായിരിക്കും? ഇന്ന് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. കർഷക സമരത്തിന്റെ മറ്റൊരു ഘട്ടം ഇന്ന് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 263 ദിവസമായി ശംഭു അതിർത്തിയിൽ കർഷകർ ക്യാമ്പ് ചെയ്യുകയാണ്. കർഷക പ്രതിഷേധം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് ഹരിയാന ഡൽഹി അതിർത്തിയിൽ. അവിടെ കർഷകരോട് നേരിട്ട നടപടികൾ, തുടർന്ന് കർഷകർ അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചത് എല്ലാം നിലനിൽക്കുകയാണ്. വീണ്ടും ഒരു കർഷക സംഘത്തിനായി ഉത്തർപ്രദേശിലെ കർഷകർ കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്കുള്ള മാർച്ച് ആരംഭിച്ചതും അത് ഉത്തർപ്രദേശ് അതിർത്തിയിൽ തടഞ്ഞതും. നിലവിൽ കർഷകരുടെ തീരുമാനം അനുസരിച്ചാണെങ്കിൽ ഡൽഹി അതിർത്തികൾ വീണ്ടും വളയുകയാണ് കർഷകർ. ഇന്ന് ഹരിയാന അതിർത്തിയിൽ ശംഭു അതിർത്തിയിലുള്ള കർഷകർ ഡൽഹി ചലോ മാർച്ച് ആരംഭിക്കുകയാണ്. 101 കർഷകരായിരിക്കും ഇന്ന് കാൽനടയായി ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുക പ്രതിഷേധത്തിൻ്റെ ഭാഗമായി. ഒപ്പം തന്നെ സിംഗു അതിർത്തിയിൽ ഉൾപ്പെടെ കർഷകർ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി. ഡൽഹിയെ പൂർണ്ണമായും വളയുന്ന തരത്തിൽ നിലവിൽ ഇപ്പോൾ ഗാസിപ്പൂർ അതിർത്തിയിൽ കർഷകർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പരി ചൗക്കിൽ, ഗ്രേറ്റർ നോയിഡയിലെ പരി ചൗക്കിലും കർഷകർ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ. ഈ കർഷകരെല്ലാം തന്നെ ഡൽഹി ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങാനുള്ള തീരുമാനത്തിലാണ്. ഹരിയാനയിൽ കർഷകർക്കെതിരെ ശക്തമായ നടപടികൾ ഇതിനെതിരെ തന്നെ എടുത്തിരിക്കുന്നു. BNS 163 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആയുധമായി ഉപയോഗിക്കാൻ കഴിയുന്ന കമ്പ്, വടി, ദണ്ഡ്, കല്ലുകൾ, മറ്റ് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവ എല്ലാം തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 5 പേരിൽ കൂടുതൽ കൂട്ടം ചേരരുത് എന്ന പ്രഖ്യാപനവും പോലീസ് നടത്തിയിട്ടുണ്ട്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി ബൽറാം, അപ്പോൾ എന്തായാലും മുൻ അനുഭവം ഉള്ളതുകൊണ്ടാണ് കൂടുതൽ സുരക്ഷയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരുകൾ അവിടെ നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ഹരിയാന സർക്കാരിൻ്റെ അനുമതി ഇല്ല, ഡൽഹിയിലേക്ക് കടന്നു വരാൻ ഡൽഹി സർക്കാർ അനുവദിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിഫ്റ്റ് ഉണ്ടാകും, ഒരു തർക്കമൊക്കെ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ?